ഭർത്താവിനെ ദൈവം മാറ്റാനായിട്ട് പോവാ. നിന്റെ ഭർത്താവ് ആശുപത്രി കിടക്കുന്നേ ഞാൻ കാണുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ആ ആശുപത്രി മുറിയിലേക്ക് ദൈവം ഇറങ്ങിച്ചെല്ലാൻ പോവാ. ഇനിയും വേണമെങ്കിൽ പോണ്ട, ഇനി അവനെ ഇട്ടിട്ട് പോവല്ലേ കേട്ടോ. എഴുന്നേറ്റ് വരും. നീ എവിടുന്നാ വരുന്നേ? കൂടാരാ ഉള്ള? ഭർത്താവിൻ്റെ അകത്ത് മദ്യത്തെ കൈവശം. നിനക്കൊരു സ്വസ്ഥത നിന്റെ വീട്ടിലില്ല. സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ല. നിനക്ക് എത്ര പിള്ളേരാ? ഈ കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്. സത്യം എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. നിന്റെ ഭർത്താവിനെ ദൈവം മാറ്റാനായിട്ട് പോവാ. എല്ലാ കരങ്ങളും ഒന്ന് അടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ അന്യഭാഷകൾ പറഞ്ഞ് അല്പനിമിഷങ്ങൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും കൂടെ സ്തോത്രം ഒന്ന് ചെയ്ത് കർത്താവിനൊന്ന് സ്തുതിക്കാൻ പറ്റുന്നവരെല്ലാം കൂടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. മോളെ, നിന്റെ ഭർത്താവിന്റെ പേര് പറഞ്ഞേ. നീ കുടുകൂടാ കരയുമ്പോ എന്നോട് കർത്താവ് പറയുക, ഇന്ന് രാവിലെ നിന്റെ ഭർത്താവിൻ്റെ അകത്തുനിന്ന് മദ്യപാനത്തിൻ്റെ കെട്ട് പൊട്ടിപ്പോകും. ഞാൻ ഒരു കാര്യം കൂടെ വെളിപ്പാട് കാണുക. ഒരു കാര്യം കൂടെ ഞാൻ വെളിപ്പാട് കാണുക. ഈ ആരാ ആശുപത്രി കിടക്കുന്നേ? നിന്റെ ഭർത്താവ് ആശുപത്രി കിടക്കുന്നേ ഞാൻ കാണുക. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ആശുപത്രി മുറിയിലേക്ക് ദൈവം ഇറങ്ങിച്ചെല്ലാൻ പോവാ. വിളിക്കാവുന്ന ആളുകളെല്ലാം കൂടെ യേശുവേ എന്ന് വിളിച്ച് ആ രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷ പറയാവുന്ന ആളുകളെല്ലാം കൂടെ ദൈവത്തിന്റെ ജയം വെളിപ്പെട്ടു വരിക, ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരിക. ഇത് യേശുവിന്റെ അത്ഭുതത്തിന്റെ ദിവസം. മനഘടക റംദരാധന വേദമനഘടക റമപ്രബലഘടക അജുനഘടഘടക സദനബൗഡിമിനി വിഗനിയ അർദ്ധന വൈഡമപ്രഭം സദനബൗഡമനക. എന്നോട് ആത്മാവ് പറയുന്നത്, ആമേൻ, മരിക്കാൻ വേണ്ടി കയറി വന്ന ശക്തികളെ ഈ രാവിലെ ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. നിന്റെ ഭർത്താവിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് എല്ലാ കരങ്ങളും ഒന്നടിച്ച്, എല്ലാ കരങ്ങളും അടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ഒന്ന് സ്തോത്രം ചെയ്ത് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ ഒന്ന് വിളിച്ച്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞേ, തമ്പുരാൻ ഇപ്പം ആശുപത്രിയിലോട്ട് ചെല്ലും. ഏത് ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത്? നീ ശരിക്കും, ഞാൻ അവൻ ആശുപത്രിയിലാന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും, അല്ലയോ? എന്നോട് കർത്താവ് പറയുക, ഇന്ന് രാവിലെ അവൻ സൗഖ്യമാകാൻ പോവാ. അവന്റെ വീർത്തു വരുന്ന കിഡ്നിയില്ലേ, കർത്താവ് സൗഖ്യമാക്കാൻ വേണ്ടി പോവാ. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും കൂടെ ആദരമൊന്ന് തുറന്ന് നാമൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും കൂടെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ പ്രവൃത്തി ഈ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഇറങ്ങാനായിട്ട് പോവാ. ഇവൾ ഒത്തിരി കരഞ്ഞുകൊണ്ടാ വന്ന, ദൈവമേ എന്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ലാതാവല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാ വന്ന. ഇന്ന് രാവിലെ അർദ്ധമനഘടക സന്തരാധന ഈ വീട്ടിൽ മരണമൊന്നെടുത്ത് പിശാച് എഴുതിയിട്ടുണ്ട് എന്നാ ദൈവം എന്നോട് പറയുക. ആ എഴുത്തിന്ന് രാവിലെ ദൈവം വെട്ടിക്കളയാൻ പോവാ. ആരെങ്കിലും ഒരാളീ മോളെ പിടിച്ചോ, ഇവിടെ മേലൊരു ശക്തി വ്യാപരിക്കാനായിട്ട് പോവാ. അർദ്ധേ മനകെ വന്നരച്ചസിയ അൽമിയാനഘടക ശതനകസിയ. മോളെ, നിന്റെ കുഞ്ഞാന്ന് നീ അവനെ എടുത്ത് നിന്റെ പേര് പറഞ്ഞു. ക്രിസ്ത്യാനിയോ?
ആ ഈ അവന് ഫുട്ബോളിനോട് ഭയങ്കര കമ്പം വന്നു. ഈ ഫുട്ബോളിനോട് കമ്പം അവനാ. ആ എന്നോട് കർത്താവ് പറയുക കേട്ടോ, ഒരാമയും പറ. ഞാൻ ഇന്ന് രാവിലെ കാണുക, ഈ കുഞ്ഞ് വിവാഹം കഴിച്ച് ആ സമയം വരെ നിന്റെ ഭർത്താവ് ജീവനോടിരിക്കും. എല്ലാവരും ആ കൈയടിച്ച് യേശുവിന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ യേശുവിന് ഈ രാവിലെ നന്ദി പറഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്തോ. മോളെ, നിന്റെ ഭർത്താവ് ഇവിടെ വരും, ആരാധനയ്ക്ക് വരും, യേശുവിനെ ആരാധിക്കും. വരുന്നത് മദ്യപാനം ഇല്ലാതെ, മദ്യപിക്കാത്ത ഒരാളായിട്ട് നീയും നിന്റെ ഭർത്താവും ഈ സ്റ്റേജിൽ കയറിയുന്ന നിങ്ങളൊന്ന് കൈയടിച്ചു ദൈവത്തിന് ഇന്ന് രാവിലെ യേശുവിന് സ്തോത്രം ചെയ്ത്. അജനഘടക ജനാദനസിയ ഔഡമനഘടകം ജൽപ്രവനഘടക ആരഘടക സംബരാധനസിയ. മോളെ, മൊത്തത്തിൽ ഒരു എത്ര പ്രാവശ്യം പിണങ്ങി വീട്ടിൽ പോയിട്ടുണ്ട്? ഒത്തിരി പ്രാവശ്യം. ഇനിയും പിണങ്ങി പോണ്ട, ഇനി അവനെ ഇട്ടിട്ട് പോവല്ലേ കേട്ടോ. ശരിക്കും മരണമെന്നെടുത്ത അവൻ്റെ, ഞാൻ നിന്നെ വിളിച്ചു വരുമ്പോൾ ഞാൻ നിന്റെ ഹസ്ബൻഡിനെ കണ്ടുകൊണ്ടിരുന്നേ. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ അവൻ സൗഖ്യമാവും. അവൻ ഏത് സ്ഥലത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നോ അവിടേക്ക് ദൈവം ഇറങ്ങും. ഇന്ന് രാവിലെ അവനെ സൗഖ്യമാക്കും. നീ അടുത്ത ദിവസം ആരാധനയ്ക്ക് വരുമ്പോൾ അവനെയും കൊണ്ട് വരും. നിങ്ങളൊന്ന് കൈയടിച്ച് ദൈവത്തിന് ഒന്ന് സ്തോത്രം